വൈഗ. രചന സുധി മുട്ടം. അവതരണം അപര. വൈഗ, ഇന്നൊരു രാത്രി കൂടി കഴിഞ്ഞാൽ അവൾ മറ്റൊരാളുടെ ഭാര്യയാണ്. ചുട്ടുപൊള്ളുന്ന ഓർമ്മയിൽ എൻ്റെ നെഞ്ചകം വിങ്ങിപ്പൊട്ടി. ലോകത്തൊരു കമിതാക്കളും ഇത്ര ശക്തമായി പ്രണയിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പൊരു രാത്രിയിലാണ് മഴയിലൂടെ ഓടിക്കിതച്ചൊരു രൂപം എൻ്റെ കാറിന് മുന്നിൽ വന്ന് പെട്ടത്. അവൾക്ക് പിന്നിൽ ആരൊക്കെയോ ഞാൻ കണ്ടു. പെട്ടെന്നുള്ള പ്രേരണയാൽ മഴയൊന്നും വകവെക്കാതെ ഞാൻ കാറിൽ നിന്നും ഇറങ്ങി. പെട്ടെന്ന് അവരിലൊരാൾ വീശിയ കത്തി അവളെ ലക്ഷ്യമാക്കി പാഞ്ഞതും എന്തോ ഒരു ഉൾപ്രേരണയിൽ അത് ഞാൻ തടുത്തു. കുത്തു കിട്ടിയത് എൻ്റെ വലത്തെ കയ്യിലും. ചോര ചിന്തി ഒഴുകിയിട്ടും വിശന്നു വലഞ്ഞിരിക്കുന്ന സിംഹത്തിൻ്റെ മുമ്പിൽ അകപ്പെട്ട മാൻപേടയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ചിന്ത എന്നിൽ ആവേശം പടർത്തി. കയ്യിൽ തടഞ്ഞതൊക്കെ വെച്ച് ആ നാലംഗ സംഘത്തെ ഞാൻ ആക്രമിച്ചു. രക്ഷയില്ലാത്ത ഘട്ടം വന്നപ്പോൾ അവർ പിന്തിരിഞ്ഞോടി. നന്ദിയോടെ അവൾ എനിക്ക് മുമ്പിൽ കൈതൊഴുതു. ലൈറ്റ് അണയ്ക്കാതിരുന്ന കാറിൻ്റെ വെളിച്ചത്തിലാണ് അവൾ എൻ്റെ മുറിവ് കണ്ടത്. കത്തി വലിച്ചൂരി അവൾ അണിഞ്ഞിരുന്ന ചുരിദാറിൻ്റെ ഷാളാൽ എൻ്റെ മുറിവ് മുറുക്കി കെട്ടി. എന്നെയും ചേർത്ത് പിടിച്ചവൾ കാറിൽ കയറി. എനിക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടതും അവൾ എന്നെ സീറ്റിൽ ചായച്ചിട്ട് കാറ് മുമ്പോട്ടെടുത്തു. ഹോസ്പിറ്റൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അവൾ എന്നെ വാർഡിൽ കൊണ്ടുവന്ന് മരുന്നൊക്കെ വെച്ച് കെട്ടിക്കഴിഞ്ഞ് പരിചരിക്കുന്ന തിരക്കിലായിരുന്നു. ആഴത്തിലുള്ള മുറിവായതിനാൽ നല്ല വേദനയുണ്ട്. മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ എടുത്തതിനാൽ ഞാൻ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പുലർച്ചെ ഉറക്കമുണരുമ്പോൾ എന്നെ തന്നെ ശ്രദ്ധിച്ചിരുന്ന ആ 2 മിഴികളിൽ എൻ്റെ കണ്ണുടക്കി. വശ്യമനോഹരമായൊരു പുഞ്ചിരി അവളിൽ തെളിഞ്ഞു. താൻ പോയില്ലേ? എന്നെ രക്ഷിച്ചയാൾ ഇങ്ങനൊരവസ്ഥയെ കളഞ്ഞിട്ട് ഞാൻ എവിടെ പോവാനാ? അവൾ മറുചോദ്യം എറിഞ്ഞു. എന്താ കുട്ടിയുടെ പേര്? മാഷേ, ഞാൻ കുട്ടിയല്ല, വൈഗ, അങ്ങനെ വിളിച്ചാൽ മതി. ഓ ശരി മാഡം, അവൾ പറഞ്ഞ ഈണത്തിൽ തന്നെ ഞാൻ മറുപടി നൽകി. അവളൊന്ന് കുലുങ്ങി ചിരിച്ചു. ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴി അവൾക്കൊരലങ്കാരമായിരുന്നു. ആരാടോ ഇന്നലെ തൻ്റെ പിന്നാലെ വന്നത്? അതെൻ്റെ അമ്മയുടെ ഇപ്പോഴത്തെ കാമുകൻ്റെ ഗുണ്ടകളാണ്. യാതൊരു കുലുക്കവുമില്ലാത്ത മറുപടി എന്നെ അമ്പരിപ്പിച്ചു. അപ്പോഴാണ് അവളുടെ കഥകൾ പറഞ്ഞു തുടങ്ങിയത്. അച്ഛൻ്റെ മരണശേഷം സ്വത്തുക്കളെല്ലാം അമ്മയുടെ കൈവശം വന്നേർന്നു. അമ്മ ഒലിച്ചതാണെന്നും ശ്രുതിയുണ്ട്. അച്ഛനമ്മയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അമ്മയുടെ ബന്ധുക്കൾ ആദ്യമാകുന്നു. പുതിയ ജീവിതം അമ്മ ഒരുപാട് മാറ്റി. പലപ്പോഴും അമ്മയുടെ കുത്തഴിഞ്ഞ ജീവിതം കണ്ടാണ് ഞാൻ വളർന്നത്. പാവ അച്ഛൻ എല്ലാം അറിയണതിന് മുമ്പേ പോയി. വസ്ത്രങ്ങൾ മാറുന്നത് കണക്കെ അമ്മ പുതിയവരെ തേടുക, പ്രായഭേദമില്ലാതെ. അമ്മയ്ക്ക് മിക്കപ്പോഴും ഞാനൊരു തടസ്സമായിരുന്നു. മകൾ വളർന്നെന്നുള്ള ചിന്തയൊന്നുമില്ല. സ്വത്തുക്കളുടെ അവകാശം പ്രായപൂർത്തിയാകുമ്പോൾ എനിക്കാണെന്നും പറഞ്ഞ് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം എല്ലാം മുന്നിൽ കണ്ടിരിക്കാം. സ്വത്തുക്കൾ എനിക്ക് വിട്ടു നൽകാൻ അമ്മ ഒരുക്കായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അവരെൻ്റെ അമ്മ തന്നെയാണോ എന്ന് പലപ്പോഴും ഞാൻ സംശയിച്ചിട്ടുണ്ട്. പറഞ്ഞു തീരുമ്പോഴേക്കും വൈഗ വിങ്ങി പൊട്ടിക്കരഞ്ഞു. പാവം, ഞാൻ എന്താണ് പറയേണ്ടത്? പോലീസുകാർ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു പോയി. ഹോസ്പിറ്റലിൽ നിന്ന് അവരെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. കേസിൻ്റെ ബലത്തിന് 2 ദിവസം കൂടി അവിടെ കിടന്നു. നിഴൽ പോലെ വൈകിയും കൂടെ ഉണ്ടായിരുന്നു. അവൾ കൂടെയുള്ളതിനാൽ ദിവസം 2 കഴിഞ്ഞത് പെട്ടെന്നായിരുന്നു. വീട്ടുകാരെ ഭയപ്പെടുത്തേണ്ടെന്ന് കരുതി ഒന്നും അറിയിച്ചില്ല. ഞങ്ങൾ തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധം ഉടലെടുത്തിരുന്നു. ചുമ്മാതെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ? ഡിസ്ചാർജ് ദിവസം രാവിലെ വൈഗ ചോദിച്ചു. എന്തിനാ? കൂടെ വരാൻ. എൻ്റെ മാനവും ജീവിതവും രക്ഷിച്ച ആളല്ലേ. ഞാനൊന്നും മിണ്ടാതിരുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞ തമാശ. എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടി മാഷിൻ്റെ ജീവിത സഖിയായി വരും. ഞാനും പ്രാർത്ഥിക്കാം.
വിവാഹം വീട്ടിൽ വെച്ച് തന്നെയാണ്. വരൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് എനിക്ക് പകരം മറ്റൊരാൾ. ക്ഷണക്കത്തിൻ്റെ കൂടെ ഒരു എഴുത്തുണ്ടായിരുന്നു. നിറഞ്ഞൊഴുകിയ മിഴികൾ അക്ഷരങ്ങൾ വായിച്ചു. എൻ്റെ വിവാഹത്തിന് തീർച്ചയായും വരണം. വീട്ടുകാരെയും കൂടെ കൂട്ടണേ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് മാഷിൻ്റെ മാതാപിതാക്കളെയാണ് ഞാൻ കാണുന്നത്. ഇന്ന് മാഷിൻ്റെ പ്രിയ സുഹൃത്ത് വൈഗ. മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പായുകയാണ്. ഒരിക്കലെങ്കിലും അവൾക്ക് എന്നെ ഒന്ന് തിരക്കാമായിരുന്നു. ഒരൊറ്റ ഫോൺ കോൾ. സന്തോഷത്തോടെ അവൾക്കൊരു നല്ല ജീവിതം ആശംസിക്കുമായിരുന്നു. ഒരിക്കൽ ഞാൻ വൈഗയെക്കുറിച്ച് തിരക്കിയെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. അല്ലെങ്കിലും ഞാനതിനെ അർഹിക്കാത്തത് ആഗ്രഹിക്കുന്നത്. ഞാൻ സ്വന്തം മനസ്സിനോട് ചോദിച്ചു. തമാശയായിട്ട് അന്നവൾ പറഞ്ഞപ്പോൾ കൂടെ കൂട്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ തനിക്കായി കാത്തിരിക്കണമെന്ന് പറയായിരുന്നില്ലേ? ഒരിക്കൽ കൂടി ആ ക്ഷണക്കത്ത് എന്നിൽ നിന്നും വിറകൊണ്ടു. കണ്ണുകൾ മൂടപ്പെട്ടു. ഇന്നൊരു രാത്രി കൂടി കഴിഞ്ഞാൽ ഓർക്കാൻ കൂടി കഴിയുന്നില്ല. പലവിധ ചിന്തകൾ മനസ്സിനെ മതിച്ചതിനാൽ നിദ്രയുടെ തലോടൽ ലഭിക്കാതെ നേരം വെളുപ്പിച്ചു. അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി കണ്ണു നിറയെ കാണണം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒന്നിക്കാമെന്ന് പറയണം. രാവിലെ ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. അച്ഛനെയും അമ്മയെയും കാര്യങ്ങൾ ധരിപ്പിച്ചു. വൈകിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. മനസ്സ് വല്ലാതെ പെരുമ്പറ മുട്ടുന്നുണ്ടായിരുന്നു. വൈകിയുടെ വീട്ടിലെത്തുമ്പോൾ വീട് ആഘോഷങ്ങൾക്കായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. തിരക്കുകൾക്കിടയിൽ എൻ്റെ കണ്ണുകൾ അലക്ഷ്യമായി പാഞ്ഞു നടന്നു. പ്രതീക്ഷിച്ചയാളെ മാത്രം അവിടെങ്ങും കണ്ടില്ല. ഹൃദയമൊന്ന് വല്ലാണ്ട് തേങ്ങിപ്പോയി. കുയ് മാഷേ! ചിരപരിചിതമായ വിളി എൻ്റെ കർണപുടങ്ങളിൽ പതിച്ചു. പകിട്ടുവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി രാജകുമാരിയായി എൻ്റെ വൈഗ നിൽക്കുന്നു. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബനമഴ പെയ്യിക്കാൻ മനസ്സ് തുടിച്ചത് അടക്കിപ്പിടിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഭാര്യയാണവൾ. പഴയതിലും സുന്ദരിയാണ് എൻ്റെ വൈഗ. വന്ന കാലിൽ നിൽക്കാൻ അകത്തേക്ക് വാ എല്ലാവരും. വൈഗ എല്ലാവരെയും ക്ഷണിച്ചു. ഞാൻ തെലങ്കാനയിലായിരുന്നു മാഷേ. അവിടെ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ അടുത്ത്. അച്ഛൻ്റെ മരണം അവരെ കൂടുതൽ തളർത്തി. എല്ലാം അറിഞ്ഞവരെന്നെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. അവരുടെ സഹായത്തോടെ അച്ഛൻ്റെ മരണത്തിലെ സംശയം പോലീസിൽ പരാതി നൽകാനിടയായി. അമ്മയുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ അവരെൻ്റെ അച്ഛനെ കൊല്ലുകയായിരുന്നു. ഇപ്പോഴവർ ചെയ്യില്ല. വൈകിയുടെ സംസാരം എന്നെ അമ്പരപ്പിച്ചു. ഈശ്വര, ഇങ്ങനെയും അമ്മമാരുണ്ടോ? നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങളെല്ലാവരെയും ഒന്ന് പരിചയപ്പെടട്ടെ എന്നും പറഞ്ഞ് അച്ഛനും അമ്മയും മുറക്കി പുറത്തേക്കിറങ്ങി. ഞാൻ അവിടെ നിന്നും വല്ലാതെ പരുങ്ങി. എൻ്റെ പരുങ്ങൽ വൈകിയിൽ ചിരി ഉണർത്തി. എന്താ മാഷേ ഒരു പരുങ്ങൽ? ഹേയ്, ഒന്നുമില്ല. എന്തിനാണ് മാഷേ ഇത്രയും ബലപ്പെടുത്തും? ഇനിയെങ്കിലും തുറന്നൊന്ന് സമ്മതിച്ചൂടെ? എന്നത് എനിക്കായിട്ടാണ് ഇത്രയും നാളും കാത്തിരുന്നതെന്ന്. പൊട്ടിക്കരയുന്ന വൈഗയെ കണ്ട് ഞാൻ ശരിക്കും അമ്പരന്നു. എത്ര പ്രാവശ്യം കൊതിച്ചെന്നറിയാവോ ഒരു വിളിക്കായി. ഇഷ്ടമായിട്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ വെച്ച് അന്നങ്ങനെ പറഞ്ഞത്. എൻ്റെ ഓർമ്മയിൽ അന്നത്തെ സംഭവം ഞൊടിയിടയിൽ മിന്നിമറഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലടോ. ഇഷ്ടമായിരുന്നു ഒരുപാട്. എൻ്റെ ഹൃദയം തനിക്കായി മാത്രമാണ് മിഴിച്ചതെന്ന് അറിയാൻ ഞാൻ വൈകിപ്പോയി. അപ്പോഴേക്കും താൻ ഒരുപാട് അകലങ്ങളിലായിപ്പോയി. എനിക്കറിയായിരുന്നു എൻ്റെ മാഷിൻ്റെ മനസ്സ്. എനിക്കൊരിട ഹൃദയത്തിലുണ്ടെന്നുള്ളത്. മാഷിൻ്റെ വിവാഹം കഴിയരുതേ എന്ന് ഒരുപാട് ദിവസം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കൂട്ടുകാരുടെ വീട്ടിലാണ് അവൾ താമസിച്ചത്. അവൾ എൻ്റെ മാറിലേക്ക് ചാഞ്ഞു. പരസ്പരം ഫോൺ നമ്പർ ഇടയ്ക്കിടെ മറ്റുള്ളവർ കണ്ടാൽ എന്താ വിചാരിക്കാം? ഇഷ്ടമാണെന്ന് എന്തെങ്കിലും വിചാരിച്ചിട്ട് ഞങ്ങൾ പരസ്പരം തുറന്നു പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവൾ എന്നെ പുണർന്നത് അവളുടെ അവളെ കൊല്ലുമെന്ന് ഉറപ്പുള്ളതിനാൽ എൻ്റെ കേരളത്തിന് വെളിയിൽ ഒരു ചെറിയ ശിക്ഷ ഇഷ്ടം പറയാൻ ഞങ്ങൾ തമ്മിൽ യാതൊരു മാഷി വീട്ടിലില്ലാത്ത ദിവസം ഞങ്ങൾ അവിടെ വന്ന അച്ഛനോട് അമ്മയോടും കല്യാണത്തിന് ഒരുപാട് നിർബന്ധിച്ചു. ഒരു സർപ്രൈസ് ട്വിസ്റ്റ് ആകട്ടെ. എൻ്റെ മനസ്സിൽ വേറൊരു ക്ഷണക്കത്ത് മാഷിന് മാത്രം എനിക്ക് കഴിയില്ല. എല്ലാവർക്കും എല്ലാം അറിയാം, മാഷിനൊഴിച്ച്. 5 വർഷങ്ങൾ. അപ്പോൾ എല്ലാവരും കൂടി എന്നെ പറ്റിച്ചതാണല്ലേ? വൈകി ശിക്ഷയുണ്ട്. എൻ്റെ മനസ്സിൽ മാത്രം പറഞ്ഞിട്ട് അവളെ ഞാൻ എത്തിപ്പിടിക്കാനാഞ്ഞു. പെട്ടെന്ന് അവൾ പുറത്തേക്ക് ഓടി. വളരെ അപ്രതീക്ഷിതമായി പോസ്റ്റ്മാൻ രജിസ്റ്റർ കാന്താരി. ആവശ്യ ഭാഷയിൽ ഞാൻ പറഞ്ഞതുപോലെ അവളും പറഞ്ഞു. അതൊക്കെ കല്യാണം കഴിഞ്ഞ് മതിട്ടാ.
നുണക്കുഴി പുഞ്ചിരിയോടെ അവളുടെ കണ്ണിൽ വിരിഞ്ഞ കുഞ്ഞു നക്ഷത്ര തിളക്കവും ഞാൻ വ്യക്തമായി. അണുവിസ്ഫോടനമായി ഞാൻ പൊട്ടി നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണത്തിളക്കം ഇത്രയും നാളത്തെ ലഭിച്ചത് അർത്ഥമില്ലാതെ എൻ്റെ മനസ്സും ശാന്തമായി. ജീവിതം ശൂന്യമായതുപോലെ.